അപ്പോൾ അതിൽ ബ്യൂട്ടിഫുൾനെസ് നിങ്ങൾ നോക്കി തന്നെ അറിയാം. അതിൽ നല്ല ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ട്, ഹെയർ സ്റ്റൈൽ എല്ലാം 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 മൊത്തത്തിൽ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. അത് എല്ലാ സിനിമയിലൊന്നും അറിയില്ല, അത് ചില സിനിമയിൽ ചിലപ്പോൾ ബ്രദേഴ്സിനെ തമ്മിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഏട്ടനെയും അനിയനെയും കൂടി മിക്സ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റിനെ രണ്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യും. കാരണം ചിലപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ ആ ഒരു ചെറിയ മൊമെൻറ്റ്സ് ഇടും. പിന്നെ അതിൻ്റെ ബ്രദേഴ്സ് ആണെങ്കിൽ ഫാമിലി ബ്രദേഴ്സ് ആണെങ്കിൽ അവൻ്റെ ഇമോഷൻസും കൂടി കൺവേർട്ട് ചെയ്ത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഫിലിമായിട്ട് വിഷ്വൽസ് ഇമേജായിട്ട് കാണാറുണ്ട്. അത് വ്യക്തമായിട്ട് പീപ്പിൾസിന് അറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം എല്ലാ സ്റ്റഡിയും കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ മീഡിയയ്ക്ക് മുന്നിൽ വരുന്നത്. കാരണം കോളേജ് സ്റ്റഡി കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നത്. കാരണം സ്കൂൾ കാലഘട്ടങ്ങളിലൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ വിജയിൻ്റെ ഫീലിങ്സും നമ്മളുടെ ഓരോ മൊമെൻറ്റ്സിൻ്റെ സ്റ്റൈൽ ഓഫ് ആറ്റിറ്റ്യൂഡ് വിജയ് കാണിക്കുന്ന പോലെ തോന്നി. പക്ഷേ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. നമ്മളങ്ങനെ സാധാരണ അതൊരു നമുക്കൊരു എൻജോയ്മെൻ്റ് ആയിട്ട് നമ്മൾ അത് പിന്നെയും ഡിജിറ്റൽ മീഡിയയ്ക്ക് മുന്നിൽ അത് കണ്ടിട്ട് അതേമാതിരി അങ്ങനെ കാണിക്കും. ഓട്ടോമാറ്റിക്കായി സ്വന്തമായിട്ടും ഓരോ കാര്യങ്ങൾ കാണിക്കും. കാരണം ഒരു വിജയിൻ്റെ ഒരു കുറച്ച് 1, 2, 4, 5 വർഷം 5-6 വർഷം ബാക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സോങ്ങുകളിലൊക്കെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ടച്ചിങ് ആണ്. അപ്പം അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അത് ഞാൻ കാണാറുണ്ട്, ഹാപ്പിനെസ്സും ആവാറുണ്ട്. അതേമാതിരി ഓരോ സീൻസും ഇടയിൽ നമുക്ക് പേഴ്സണലി എൻ്റെ ഫിലിമത്തെ ആണെങ്കിൽ കാണാറുണ്ട്, എൻ്റെ ബ്രദേഴ്സിൻ്റെ ഫാമിലി ബ്രദേഴ്സിൻ്റെ ആണെങ്കിലും അതിൻ്റെയും കാണാറുണ്ട്. അത് വിജയിന് മാത്രമല്ല, അല്ലു അർജുൻ, രാം ചരൺ തേജ, അങ്ങനെയുള്ള മെയിനായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ സൂര്യ, പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ പേരെടുത്ത് പറയാനേ പറ്റില്ല, അങ്ങനെ കുറേ പേര്. അപ്പോൾ വിജയിനെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഏറ്റവും ബിഗ് ബ്രാൻഡാണ്. അപ്പോൾ അതേമാതിരി അല്ലു അർജുൻ, രാം ചരൺ, അപ്പോൾ ഇവരൊക്കെ ഓസ്കാർ കിട്ടിയ ഈ ഇടയിലൊരു ഓസ്കാർ അവാർഡ് പോലും നമ്മുടെ രാം ചരൺ തേജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഉണ്ട്. പക്ഷേ ഡിജിറ്റൽ മീഡിയ കയറിയിട്ട് ഞാൻ ആദ്യ സമയങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഭയങ്കര ഷെയിമിങ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യോ അതാ എന്നെ എങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇതാവും, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാനുള്ള മടി. പിന്നെ എന്താണ് നമ്മുടെ പേഴ്സണലി നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് ബോയ്സും ഗേൾസും എല്ലാം കൂടി മിക്സിങ് ആയതാണ്. അപ്പോൾ ഇവനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ആദ്യം മടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മടിയും ഇല്ല, ഒന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാത്തിനെയും കുറിച്ച് അവയർനെസ് ആയതിനു ശേഷം ഡിജിറ്റൽ മീഡിയക്ക് വന്നതാണ്. അപ്പോൾ കുറേ മൊമെൻറ്റ്സ് ഞാൻ റീക്രിയേറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അതേമാതിരി റീക്രിയേറ്റ് ചെയ്യാതെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ക്യാമറമാൻമാർ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അത്യാവശ്യം. പക്ഷെ അവർക്ക് ഞാൻ അവൻ്റെ ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബിഗ് ബ്രാൻഡ് ആയിട്ടില്ലല്ലോ നമ്മളിപ്പോൾ. സാധാരണ നോർമൽ ബോയ് ആയിട്ടാണല്ലോ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വേയിൽ പൊയ്ക്കോട്ടെ. പക്ഷെ എന്നാലും ഇടയിൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ചെയ്യാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അത്ര തന്നെ. ഇപ്പം ഞാൻ പറയാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ വേറെ ഒരു ബോയ്സിനും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഇതുണ്ടായില്ല. അവർ സാധാരണ വിജയിൻ്റെ ഇമോഷൻസും ഫീലിങ്സും അവർ ഡിജിറ്റൽ മീഡിയൻ്റെ മുന്നിൽ കാണും. പക്ഷെ ആ ഫീലിങ്സ് തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിജയ് ഇടുന്ന ഫീലിങ്സ് എൻ്റെ ഫീലിങ്സ് ഇടുമ്പോൾ എനിക്ക് പെട്ടെന്ന് അറ്റാച്ച്മെൻറ്റ് അത്രയും 100%, 90% എനിക്ക് അത്രയും അറ്റാച്ച്മെൻ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിജയ് ഫിലിമായിട്ട് ജസ്റ്റ് വർക്ക് ചെയ്യും. പക്ഷെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നേരത്തെ കഴിഞ്ഞ പോയ മൂമെൻറ്റ്സ് പിന്നെ റീക്രിയേറ്റ് ആയി കാണുമ്പോൾ അതിൽ നടന്നത് കുറച്ച് കാര്യങ്ങളുണ്ടാകും, ബാക്കിയുള്ളത് അതിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. അതാണ് ഫിലിമിനെ സംബന്ധിച്ചോളം കുറച്ച് 50% അല്ലെങ്കിൽ ഇത്. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബോയോ ഗേളോ ആരോ ആയിക്കോട്ടെ, അത് അച്ചീവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളും കൂടി ഫിലിമിൽ കാണിച്ചു തരും. പക്ഷെ അച്ചീവ് ചെയ്യേണ്ടത് ഈ ക്യാരക്ടറിൻ്റെ വേയാണ്. അപ്പോൾ ആ അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറൊരാളും ബാരിയേഴ്സ് ആയിട്ട് എൻ്റെ മുന്നിൽ നിൽക്കരുത് എന്നാണ് അഡ്വാൻസ് ആയിട്ട് ഞാൻ ഇപ്പോൾ പറയാൻ വന്നിരിക്കുന്ന കാര്യം. പിന്നെ അതുമല്ല, ഈ ബാരിയേഴ്സായി നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനോ
ഒരു വിഷയത്തിനെ കുറിച്ച് അറിയാതെയോ വന്നിട്ട് ഫിലിമിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതിപ്പോൾ ചെറിയ ജൂനിയേഴ്സ് ഡയറക്ടർ ആകാം, പിന്നെ പ്രൊഡ്യൂസേഴ്സ് കാര്യമില്ല, പിന്നെ ആർട്ടിസ്റ്റ് ആകാം, ജൂനിയേഴ്സ് ആർട്ടിസ്റ്റ്, അത് ഗേൾ ഓർ ബോയ് ആരും ആകാം, അത്ര തന്നെ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേയിൽ പോകും. ഞാൻ ആരോടും ഒരുപാട് ഷോ കാണിക്കാനോ ഒരുപാട് ഇത് കാണിക്കാനൊന്നും നിൽക്കാറുമില്ല. അത് എൻ്റെ വേ എന്ന് പറയുന്നത് സൈലൻ്റ് വേയിൽ നമ്മൾ കയറി റൺവേയിലെത്തുക, എൻ്റെ റൺവേയിൽ കാര്യം നോക്കി ഞാൻ പോയി അങ്ങ് ഡെവലപ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ ഇപ്പോൾ ഒരു 100 കോടി ആൾക്കാർ വിചാരിച്ചാലും ബ്യൂട്ടിഫുൾ ഫീലിങ്സ്, വിജയിൻ്റെ ഇമോഷണൽ ഫീലിങ്സ് ഇടാൻ പറഞ്ഞാൽ വേറെ ഒരു കാണിക്കുമ്പോൾ അതൊരു ഡെമോ ആവുള്ളൂ. ഡെമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഒരു ഡെമോ ഡ്രാമ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ഒറിജിനൽ ക്യാരക്ടർ തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളൊരു ഫീലിങ്സ് വരും. ആ റിയാക്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൈഡായി മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഞാൻ മാറി നിന്ന് എൻ്റെ ലൈഫിൻ്റെ ഡെവലപ്മെൻറ്റ് വേക്ക് കയറി വരാൻ നമ്മൾക്ക് ഗിവ് അവേ എന്ന് പറഞ്ഞ മാതിരി എല്ലാത്തിലേക്കും കയറി വരാനുള്ള വേ ഇട്ട് വരുമ്പോൾ അതിലേക്ക് ഒന്നും കയറാണ്ട് സൈലൻ്റായി പോയി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാനായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് മാറി നടക്കുക എന്നുള്ളൊരു തോന്നൽ വരും. അത് വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് ഹാപ്പിനെസ്, പീപ്പിൾസിന് ഹാപ്പിനെസ്, ഫ്രണ്ട്സിന് ഹാപ്പിനെസ്, കൂടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ് എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ഡെവലപ്മെൻ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കൂടെ നിർത്തും. പിന്നെ സൊസൈറ്റിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൊസൈറ്റി എന്തായാലും ഓട്ടോമാറ്റിക്കായി വരും. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻസും സോങ്സൊക്കെ ഞാൻ മെല്ലെ മെല്ലെ ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരും. അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡും ചെയ്യും, അത്ര തന്നെ. ഇത് അഡ്വാൻസ് ആയിട്ട് ഞാൻ വിജയ് സാറിൻ്റെ അടുത്ത് പറയാൻ വന്നതാണ്. വിജയ് സാറും പിന്നെ ആർട്ടിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രാം ചരൺ തേജ, അല്ലു അർജുൻ, അങ്ങനെയുള്ള ബിഗ് ആർട്ടിസ്റ്റ്. ഇപ്പം ഞാനിപ്പോൾ തെലുങ്കാനയിൽ പോകാണ്ട് തന്നെ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ആ ഏരിയയിലൊക്കെയാണല്ലോ ഇതിൻ്റെ ഹോമൊക്കെ. അപ്പോൾ അവിടെ പോകാണ്ട് തന്നെ എനിക്ക് എൻ്റെ ഈ പേഴ്സണൽ ഒപ്പീനിയൻ ഡിജിറ്റൽ മീഡിയയ്ക്ക് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ അവർ കണ്ടാൽ മതി. അതേമാതിരി വിജയ് സാർക്ക് ഫ്രീ ആയിട്ടുള്ള മൊമെൻറ്റിൽ വിജയ് സാറെ ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ ശരി, കേരളത്താണെങ്കിൽ ശരി, ഇപ്പോൾ ഏത് അതർ കൺട്രിയിലാണെങ്കിലും ഇടയിൽ അതർ കൺട്രിക്ക് ചിലപ്പോൾ ഒരു വിസിറ്റിങ്ങിന്, ഫിലിം ഷൂട്ടിങ്, അത് ഇത്, പിന്നെ ഹിമാലയം, അങ്ങനെയുള്ള കുറേ കാര്യത്തിന് ഫിലിം ഷൂട്ടിങ്, അങ്ങനത്തെ കുറേ പർപ്പസിന് വേണ്ടി ട്രാവലിംഗ് ചെയ്യാറുമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഏത് സമയത്താണെങ്കിലും ഈ കാര്യങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ എനിക്ക് ഹാപ്പിനെസ് തന്നെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീലിങ്സിൽ ലവ് ഫീലിങ്സും ഫ്രണ്ട്സ്, ഫാമിലി വിത്ത് ഏറ്റവും കൂടുതൽ ഫിലിമിൻ്റെ അട്രാക്റ്റീവ് എനിക്കായി തോന്നിയിട്ടുള്ളത് സോങ്സിലൊക്കെയാണ്. സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് സീക്വൻസ് മിക്സ് ചെയ്തിട്ടാണ് ഒരു സോങ്സ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈനാണെങ്കിൽ ശരി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ പിക്ചർ ആണെങ്കിൽ ശരി. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി എന്നെ സംബന്ധിച്ചോളം പറഞ്ഞു ഞാൻ ക്യാരക്ടർ പോയാണ്. അപ്പോൾ എനിക്ക് വലിയ റിസ്ക് എടുക്കേണ്ടി വരില്ല. കാരണം ഒരുപാട് ഇമോഷൻ ഫീലിങ്സ് കൊടുക്കേണ്ടി വരില്ല. കുറച്ച് ഫീലിങ്സ് ജസ്റ്റ് കൊടുക്കുമ്പോഴേക്കും ആ പാട്ട് പോയിട്ട് അത്രയും കണക്ടിവിറ്റിയിൽ 100% ഒരു 90% ടച്ച് ചെയ്ത് അങ്ങോട്ട് കയറി അങ്ങ് റേഞ്ചിൽ പോകുന്ന എനിക്കറിയാം. പക്ഷെ അത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടും ക്യാമറമാൻ ആയിട്ടാണെങ്കിലും അത് ചെയ്യേണ്ട കടമ എൻ്റെയാണ്. അപ്പോൾ ക്യാമറമാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ അത്യാവശ്യം ഫ്രണ്ട്സിനെ ആരെങ്കിലും വെച്ചിട്ട് ഞാൻ താൽക്കാലികമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഫിലിമിൻ്റെ വേല ഏറ്റവും ലാസ്റ്റ് ഞാനിപ്പോൾ ഓഡീഷന് പോയത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഒരു ഫാമിലി, ആ ഫിലിമിൻ്റെ തന്നെ ഒരു ടീമിൻ്റെ അംഗം വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് മെസ്സേജ് പറഞ്ഞു അങ്ങനെ വന്നു. പിന്നെ തൃശ്ശൂർ ഇടയിലൊരു ഫിലിമിൻ്റെ ഇതിന് പോയി. അപ്പോൾ ഇതൊക്കെ പോയി എന്നല്ലാതെ ഞാൻ അതിനെ ഇൻവോൾവ് ചെയ്യുകയും അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിന്നില്ല. ഞാൻ വേറൊരു വേയിൽ എൻ്റെ ഡെവലപ്മെൻറ്റിനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു സീനായി. അപ്പോൾ ഇനിയും മെല്ലെ മെല്ലെ ഈ ഡിജിറ്റൽ ക്രിയേറ്റിവിറ്റിയിലേക്ക് മാറണം, അത്രയാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യുന്നു, അതിന് ഞാനങ്ങ്
ഡിജിറ്റൽ ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞാൽ എൻ്റേതായ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് കയറി എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ സഹപ്രവർത്തകരെന്ന് പറയുമ്പോൾ ആദ്യം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ സഹപ്രവർത്തകരെന്ന് പറയുമ്പോൾ എന്നെ എന്താണ് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റും ഡയറക്ടറും, അത്രയുള്ളൂ. അതിൽ ഞാൻ ഒറ്റ വാക്കിൽ കാര്യങ്ങൾ ഒതുക്കുക, അത്രയാണ്. പിന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ഔട്ട് ഓഫ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും എൻ്റെ മെസ്സേജ് എന്നെയും കാണാമല്ലോ, അത്ര തന്നെ. അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ കാര്യങ്ങൾ പറയാൻ വന്നത്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താണ് വിഷ്വൽസും ഇമേജസും ആയിട്ട് വരും, അത്ര തന്നെ. അത് ഒരു ഡെമോ ഡ്രാമയായിട്ട് ചെയ്യണമെങ്കിൽ ഏതൊരു പയ്യനെയും ഏതൊരു ഗേളിനെയും കുറിച്ച് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു റിയൽസ് ആയിട്ട് അത് സൈഡിലേക്ക് ആക്കി വയ്ക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. നീ ഇപ്പോൾ വിജയ് സാർ ഒരു ഡെവലപ്മെൻറ്റ് വഴിക്ക് നീ വരികയാണെങ്കിൽ വാ എന്നുള്ളൊരു വേലാണ് എന്നെ ഇട്ടിരിക്കുന്നത്. നീ വരികയാണെങ്കിൽ വാ എന്ന് പറഞ്ഞ മാതിരി ഒരു വേലക്ക് കിട്ടും. അപ്പം ഞാൻ കയറിപ്പോണ്ടതും റേഞ്ചിക്ക് വരേണ്ടതും ഞാനാണ്. അത് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എനിക്ക് വരാൻ താല്പര്യമുണ്ട്, അതേമാതിരി ഞാൻ വരികയും ചെയ്യും. അപ്പോൾ അതിന് ആരും ബാരിയസായിട്ട് ഏത് ആർട്ടിസ്റ്റ് വിചാരിച്ചാലും നടക്കില്ല, ഒരു ഡയറക്ടർമാർ വിചാരിച്ചാലും നടക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ഇൻവോൾവും അത്രയും ഫോക്കസ്നെസ്സും പീപ്പിൾസിൻ്റെ ഉള്ളിലേക്ക് പല രീതിയിൽ കൂടിയാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് ക്യാരക്ടർ ബോയ്. അപ്പോൾ പിന്നെ ഒരിക്കലും പെട്ടെന്നൊന്ന് ഡിജിറ്റൽ മീഡിയ കഴിയുമ്പോഴേക്കും വേറെ രീതിയിൽ വേ ഓഫ് ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ എന്നെ എതിരിടാൻ ആരുമില്ല, പിന്നെ ഞാൻ ആരോടും എതിരിടാൻ എനിക്ക് നിൽക്കാൻ ടൈമും ഇല്ല. ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ അങ്ങോട്ട് ഹാപ്പിനെസ് കൊടുക്കും, തിരിച്ച് റെസ്പോൺസായിട്ട് ഹാപ്പിനെസ് ഇങ്ങോട്ടും കിട്ടുന്നു. അത് സ്പ്രെഡായിട്ട് പല രീതിയിൽ വേറൊരുക്കും ഹാപ്പിനെസ് ആവുന്നു. ഇത്ര തന്നെയാണ് എനിക്ക് ഡിജിറ്റൽ മീഡിയയിലേക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിജയൻ്റെ ഫിലിമിനെ കുറിച്ചും അതേമാതിരി അല്ലു അർജുൻ്റെ ഫിലിമിനെ കുറിച്ചും രാം ചരൺ തേജൻ്റെ ഫിലിമിനെ കുറിച്ചും സൂര്യൻ്റെ ഫിലിമിനെ കുറിച്ചും പറയാനുള്ളത്. പിന്നെ അത് അറിയാതെ നടക്കുന്ന കുറേ ഫ്രണ്ട്സുകൾ പൊതുസമൂഹത്തുമുണ്ട്, സൊസൈറ്റിയിലുണ്ട്. അതവർ കാര്യമായിട്ട് ഡയറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. കാരണം ആ ഫീലിങ്സ് എന്താണെന്ന് അവരുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ബോയ്സിന് വരുമ്പോഴാണ് അറിയില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ വരുന്ന ബോയ് എന്ന് പറഞ്ഞാൽ അത്രയും ക്രെഡിബിളും ക്യാരക്ടർഫുള്ളും ആയിട്ടുള്ള ഒരു ബോയ് ആയിരിക്കണം, എന്നാലാണ് അവനെ സെലക്ട് ചെയ്യുക. അല്ലാതെ പെട്ടെന്നൊരു സീക്വൻസിൽ എടുത്ത് സെലക്ട് ചെയ്യാനുള്ളതല്ല ഈ ഫിലിം, അത്രയാണ്. അത് എല്ലാ ഫിലിമെന്നൊന്നും പറയില്ല, അതിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള ഫാമിലി സ്റ്റോറിയും ലവ് സ്റ്റോറിയും ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറിയും സൊസൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റും ഇതെല്ലാം കൂടിയിട്ട് മിക്സിങ് ചെയ്യും ഒരു ഫിലിം. അതാണ് കൊമേഴ്സ്യൽ ബിസിനസ് വിത്ത് സൊസൈറ്റി ഫാമിലി ഇതെല്ലാം കൂടിയിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ട് വരുന്ന ഫിലിമാണ് വിജയിൻ്റെ പല ഫിലിമുകളും. അതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിജയിച്ചിട്ടുള്ളത്. അതേമാതിരി സൂര്യ സാറിൻ്റെ ആണെങ്കിൽ ശരി, മാധവൻ സാറിന് ഞാൻ എടുത്ത് പറയാനില്ല, അത് ഒരുപാടുണ്ട് പറയാൻ. അത് പിന്നീട് ഞാൻ പറയാം, ഇനി അടുത്ത വീഡിയോയിൽ പറയാം. ശരി, ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ്.